Good morning. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram welcomes you all. Have a nice and fantastic positive day. നമ്മുടെ വീഡിയോസ് എല്ലാം ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് എടുക്കുമ്പോൾ ആണ് ആളുകൾ എന്നെ വിളിക്കുക, പറയുകയൊക്കെ ചെയ്യും. ഇന്നിപ്പം ആളുകളൊക്കെ സന്തോഷത്തിലല്ലേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പ്രിയങ്ക ഗാന്ധി വന്നിവിടെ ഒരു പ്രഖ്യാപനം നടത്തി. അതിലെ ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു വനിതകൾക്ക് ബസ് യാത്ര ഫ്രീ ആക്കുക. ഗവൺമെൻറ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കി. ഒത്തിരി സന്തോഷം തോന്നി. കാരണം നമ്മുടെ സമൂഹത്തിൽ വനിതകൾ ഉയർന്നു വരണമെങ്കിൽ അവർക്ക് വേണ്ടത്ര പ്രാമുഖ്യവും അവസരവും കൊടുക്കണം. നമ്മളിപ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരായ വനിതകളുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരും വീട്ടമ്മമാരും ഒക്കെ കൂടുതലുള്ളത്. അപ്പോൾ അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ എനിക്കൊന്ന് കോട്ടയത്തിന് പോകാൻ പേഴ്സ് എല്ലാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമല്ല, പോകാൻ പറ്റും. അപ്പം അതൊരു വലിയ കാര്യമാണ്. ഇത് നമ്മുടെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച കാര്യമാണ്. അവിടെ വിദ്യുശക്തിയും വനിതകൾക്ക് ഫ്രീയാണ്. ഒട്ടനവധി ആനുകൂല്യങ്ങളുണ്ട്. ഇതൊക്കെ സമൂഹത്തെ കെട്ടിപ്പടുക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്തൊരു പങ്കാണ് 50% എബവ് ഉള്ള നമ്മുടെ ലേഡീസ് അല്ലേ. അവരുടെ ഉയർച്ചയാണ് ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. നാം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ബോത്ത് ജെൻഡേഴ്സ് ഒരുപോലെ മുന്നോട്ട് വരണം. പണ്ടൊക്കെ ഹസ്ബൻഡ് ജോലിക്ക് പോവും, ഭാര്യമാർ വീട്ടിൽ ഇരിക്കും, വീട്ടുകാര്യങ്ങൾ നോക്കും. പക്ഷേ ഈ ഭാര്യമാരാണ് കൂടുതൽ ജോലി ചെയ്യുന്നത്. കാരണം അവർ കുഞ്ഞുങ്ങളെ നോക്കണം, വീട് നോക്കണം, ഒത്തിരി കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് കാര്യം വ്യത്യസ്തമായി. രണ്ടുപേരും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുക. നിങ്ങളവർക്കും നിങ്ങളുടെ മക്കൾ US-ലും UK-ലൊക്കെ പോകുമ്പോൾ അവനിങ്ങനെ തന്നെ എല്ലാം ഒന്നുമല്ല, അവൻ്റെ തോളോടൊപ്പം ചേർന്നിരിക്കുന്ന അവൻ്റെ ഭാര്യയും കൂടെ ചേർന്നാണ് ഈ നേട്ടങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നത്. എങ്കിലേ സാധിക്കൂ. ഒരാളുടെ തന്നെ വരുമാനം കൊണ്ട് വിദേശത്ത് ജീവിക്കാൻ കഴിയില്ല, ഉറപ്പാണ്. അപ്പോൾ അവർ യോജിച്ച് നിന്ന് പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് നാടിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ വനിതകളെ ഉയർത്തിക്കൊണ്ട് വരണം. അതിന് ഈ അടുത്ത നടപടി നല്ലതാണ്. അതോടൊപ്പം കഴിയുമെങ്കിൽ ഗവൺമെൻറ് വനിതാ എൻ്റർപ്രനേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണം. അവർക്ക് സ്പെഷ്യൽ ഇപ്പം ജില്ലാതലത്തിൽ നടക്കുന്ന എൻ്റർപ്രനേഴ്സ് മീറ്റിങ്ങിൽ സ്ത്രീകൾക്ക് 50% സംവരണം ചെയ്യാം. അപ്പോൾ 50% സ്ത്രീകൾ വ്യവസായത്തെപ്പറ്റിയും വാണിജ്യത്തെപ്പറ്റിയും പഠിക്കട്ടെ, അവർ മുമ്പോട്ട് വരട്ടെ. അപ്പം അതിനുള്ള അവസരം കൊടുക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കണം. 3000 രൂപ നാട്ടിൽ ഗുഡ് മോർണിംഗ് 3000 രൂപ നാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുക്കണം. നമുക്കറിയാം, ഇന്ന് ലോകത്ത് തന്നെ അതിദാരിദ്ര്യം ഉച്ചാടനം ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പം അല്പം കൂടെ ഒന്ന് ശ്രമിച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു വിൻസെൻ്റ് പോൾ സൊസൈറ്റി പ്രവർത്തകൻ, നേരത്തെ പ്രസിഡൻ്റായിരുന്നു, ഇപ്പം പ്രവർത്തകൻ. അപ്പം നമുക്കിങ്ങനെ ദത്ത് കുടുംബങ്ങളുണ്ട്. 5 കുടുംബമാണ് എൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ നമ്മൾ പോവും. അവർക്ക് ആഴ്ചയിൽ 200 രൂപ വെച്ച് കൊടുക്കും. അതുപോലെ അവർക്ക് മരുന്ന് അങ്ങനെയുള്ളതിനൊക്കെ അഡീഷണൽ സഹായം. അങ്ങനെയാണ് ദത്ത് കുടുംബത്തിൻ്റെ രീതി.
നമ്മൾ ചെല്ലുമ്പോൾ പറയും നിങ്ങൾ തരുന്ന പൈസയും അവരുടെ പെൻഷൻ 1600 രൂപയായിരുന്നു അന്ന്. അതും കൂടെ ചേർത്ത് ഇപ്പോൾ ഭാര്യയും ഭർത്താവ് ഒരു 75-80 വയസ്സുള്ള അവർ വിൻസെൻ്റ് പോളർ കൊടുക്കുന്നത് ഒരു ഹൈന്ദവ കുടുംബം. അപ്പോൾ അവർ പറയും നിങ്ങൾ തന്ന പൈസ അതോടൊപ്പം സർക്കാരിൻ്റെ പെൻഷനോട് കിട്ടുമ്പോൾ ഞങ്ങൾക്കൊരു സേവിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം 1600 വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ സാധിക്കും, നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതി പൈസ എടുത്തിട്ട് ചിലവാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് BPL അല്ലേ 50 രൂപയ്ക്ക് അരി കിട്ടും, ഞങ്ങൾക്ക് മീനൊക്കെ മേടിച്ച ഒരാഴ്ച ഒപ്പിക്കും. അങ്ങനെ അവരിങ്ങനെ ഇതിലൂടെ ഈ തുകയിലൂടെ അവർ സമ്പൽ സമൃദ്ധമായി ജീവിക്കുന്നു. അവർ രണ്ടുപേരുടെയും ചിരിയൊക്കെ ഒന്ന് കാണും. 78-80 വയസ്സുള്ള അച്ചായനും അമ്മച്ചിയാണ് ചിരിച്ചുകൊണ്ട് വർത്താനം. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ആ പ്രോഗ്രസീവ് ഇപ്പം നാട്ടിലെ പട്ടിണി അകറ്റാൻ എത്രമാത്രം ശക്തമാണ് ഈ തീരുമാനമെന്ന് അറിയാൻ വേണ്ടിയാണ് അത് പറയുന്നത്. ഭയങ്കരമായിട്ട് അത് ഇടപെടുകയല്ലേ. അപ്പം ഈ 3000 രൂപ വെച്ച് കൊടുത്താൽ നമ്മുടെ നാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും സന്തോഷം വിരിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഏതാണ്ട് 63 ലക്ഷം പേർക്കാണ്. അതൊരു ധീരമായ തീരുമാനമാണ്. ആ തീരുമാനം നടപ്പാക്കാൻ നമ്മളെല്ലാവരും ഈ ഗവൺമെൻറ്റിനെ സഹായിക്കണം, പിന്തുണയ്ക്കണം. അങ്ങനെ നാടിൻ്റെ മുക്കിലും മൂലയിലും പട്ടിണിയോ ദാരിദ്ര്യവും ഇല്ലാതെ വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. ജയ് കേരള, ജയ് ഭാരത്, ജയ് യൂണിവേഴ്സ് അല്ലേ. ഇവെല്ലാം ഇപ്പം നമ്മൾ യൂണിവേഴ്സൽ ബ്രദർഹുഡിലാണ്. ഇപ്പോൾ അമേരിക്കയിലൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായാൽ, സൗദി അറേബ്യയിൽ കാർ ആക്സിഡൻ്റ് ഉണ്ടായാൽ എല്ലാം നമുക്ക് വേദനിക്കും. നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന എന്തെങ്കിലും അതിനകത്ത് ഒരു യൂണിവേഴ്സൽ ബ്രദർ. അപ്പോൾ ഈ ലോകത്തിന് എല്ലാ ആശംസകളും നമുക്ക് നേരാം. അതിന് നമുക്ക് ജീവിക്കാം, മാലിന്യങ്ങൾ വഴിയിലെറിയാതെ, മറ്റുള്ളവരെ അപഹസിക്കാതെ, പാര വെക്കാതെ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ജീവിച്ചാൽ നമ്മുടെ കേരളം എന്തായി മാറും. ഗോഡ്സ് ഓൺ കൺട്രി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തിൻ്റെ നാട്ടിൽ വസിക്കാം, മറ്റുള്ളവരെ വസിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് കൊണ്ടുവരാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാന്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.